Hello DS. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8ലെ ബേസിക് സയൻസിലെ 14th ചാപ്റ്റർ ആയ ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ് എന്ന ഈ ചാപ്റ്റർ കേട്ടോ. ഇത് ബയോളജിയാണ്. അപ്പം എന്താണ് മനസ്സിലാക്കുക, ഇവിടെ എന്താണ് പറയുന്നത് കേട്ടോ. ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ് എന്ന തലമുറകളുടെ തുടർച്ചയ്ക്കാണ് അല്ലേ, കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ദ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ്. എന്താ ഇവിടെ കാണിക്കുന്നത്? സസ്യങ്ങളുടെ ഒരു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നോക്കിയേ എങ്ങനെയാന്നുള്ളത് കണ്ടോ. ഇലയിലാണ് വരുന്നത്, ഇതിൽ എന്താണ് വരുന്നത് കണ്ടോ. അപ്പോൾ is the sprouting of saplings from a seed the same as the growth of new plants from leaves? Why? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഈ വിത്തിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കുന്നതും ഇലയിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കുന്നതും ഒരേ റീപ്രൊഡക്ഷൻ രീതിയാണോ? എന്തുകൊണ്ടാണ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഇൻഫ്ലുവൻസ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് നിങ്ങൾ സയൻസ് ഡയറിയിൽ അതിൻ്റെ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ നേച്ചർ ടു പ്രൊഡ്യൂസ് ന്യൂ ജനറേഷൻസ്. എന്താണ് പറയുന്നത്? ഇവിടെ പുതിയ തലമുറയെ, പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താ? വ്യത്യസ്തമായ പ്രത്യുൽപാദന രീതികൾ പ്രകൃതിയിലുണ്ട് അല്ലേ. വ്യത്യസ്തമായുള്ള പ്രത്യുൽപാദന റീപ്രൊഡക്ഷൻ രീതിയാണ് എന്ത് നേച്ചറിലുള്ളത് അല്ലേ. സം എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ തന്നിരിക്കുന്നത്. കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ എന്താക്കുക, കുറച്ച് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെ നോക്കൂ, ബാക്ടീരിയ, ഫംഗസ്, ഹൈഡ്ര അല്ലേ. എന്താണ് ബാക്ടീരിയ? ബൈനറി ഫിഷൻ. ആൻ എക്സിസ്റ്റിംഗ് സെൽ ഡിവൈഡ്സ് ടു ഫോം two new cells under favorable condition. Rapid multiplication of organisms like bacteria take place by binary fission. എന്താണ് ഇവിടെ പറയുന്നത്? An existing cell divides to form two new cells. നിലവിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി മാറുന്നു. അത് അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ അനുകൂല സാഹചര്യത്തിൽ ഈ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസത്തിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത് വരുന്നത് അല്ലേ. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് എന്താണ്? ഈ രീതിയിലാണ് അല്ലേ. ഇങ്ങനെയാണ് പ്രധാനമായി നടക്കുന്നത്. ഇങ്ങനെയാണ് എന്ത്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ന്യൂ സെൽസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അനുകൂല സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ ഈ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസത്തിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് എന്താണ്? ഈ ബൈനറി ഫിഷൻ ഇങ്ങനെയുള്ള ബൈനറി ഫിഷൻ വഴിയാണ്. ഓക്കെ, ദെൻ നോക്കൂ, സ്പോർ ഫോർമേഷൻ. എന്താണ്? സ്പോർസ് ആർ മൈന്യൂട്ട് സെൽസ് ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസംസ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഫംഗസ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? എന്താ ഇവിടെ പറയുന്നത്? സ്പോർ ഫോർമേഷൻ പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ഫേവറബിൾ ആയിട്ടുള്ള ആ സിറ്റുവേഷനിലാണ് പുതിയ ജീവിയായി വളരാനും കഴിയുന്ന മൈന്യൂട്ട് സെല്ലുകളായ സ്പോർ ഫോർമേഷനുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ രീതിയാണ് ഇത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഹൈഡ്ര. എന്താണ് ഹൈഡ്ര? ബഡ്ഡിംഗ്. Buds are formed in the parent body. When it grows, it separates itself from the parent body and develops into a new organisms. എന്താണ്? ഈ മാതൃശരീരത്തിൽ നിന്ന്, പാരന്റ് ബോഡിയിൽ നിന്ന് എന്താണ് ഈ ബഡ് രൂപപ്പെടുന്നു. എന്താണ്? ബഡ്സ് ആർ ഫോംഡ് ഇൻ ദ പാരന്റ് ബോഡി. പാരന്റ് ബോഡിയിൽ നിന്നാണ് എന്ത് ഈ ബഡ്സ്, മുകുളങ്ങൾ രൂപപ്പെടുന്നത് അല്ലെ. വളർച്ച എത്തുമ്പോൾ ഇവ ശരീരത്തിൽ നിന്ന് എന്താണ് വേർപെട്ട് പുതിയൊരു ഓർഗാനിസമായി മാറുന്നു. ഓക്കെ, പുതിയൊരു ജീവിയായി മാറുകയാണ് അല്ലെ. അതാണ് എന്ത് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ഫ്ലവേഴ്സ് ആർ ദ സെക്സ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ഈ സെക്സ് ഓർഗൻസ് ആണ് എന്ത്? ഈ ഫ്ലവേഴ്സ്. ഓക്കെ, collect flowers from the surroundings and observe them with the help of hand lens. Identify the part of that take part in reproduction and complete the illustration given below. എന്താണ്? നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന്, നമ്മുടെ പരിസരത്ത് നിന്ന് ലഭ്യമായ പൂക്കൾ ശേഖരിച്ച് ഒരു ഹാൻഡ് ലെൻസിന്റെ സഹായത്തോടെ അത് ആ പൂക്കൾ നിരീക്ഷിക്കുക. എന്താണ് അവിടെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് റീപ്രൊഡക്ഷൻ രീതിയിൽ റീപ്രൊഡക്ഷൻ ഉള്ള പങ്കുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താണ് ചുവടെ നൽകിയ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫ്ലവേഴ്സ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്. അപ്പം നമ്മൾ എന്താ അവിടെ പഠിച്ചത്? ബാക്ടീരിയയിൽ എന്താണ് ബൈനറി ഫിഷൻ വഴിയാണ് ഇത് റീപ്രൊഡക്ഷൻ രീതി അല്ലേ. അതുപോലെ എന്താണ് ഫംഗസിൽ ഈ സ്പോർ ഫോർമേഷൻ വഴിയാണ് എന്ത് അതിൻ്റെ റീപ്രൊഡക്ഷൻ രീതി. അപ്പോൾ അതുപോലെ ഹൈഡ്രയിൽ എന്താണ് ബഡ്ഡിങ് വഴിയാണ് എന്ത് അതിൻ്റെ റീപ്രൊഡക്ഷൻ രീതി അല്ലേ. അതുപോലെ
അപ്പം നോക്കൂ, ഫ്ലവേഴ്സിന് രണ്ട് പാർട്ട് ഉണ്ട് അല്ലേ. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും. എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ആൺ ലിംഗ അവയവം അല്ലേ. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ പെൺ ലിംഗ അവയവം. ഓക്കെ, ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ പിന്നെന്താ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമനും പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിലാണ് ഉള്ളത് അല്ലേ. പിന്നെ ഈ സ്റ്റേമിൽ എന്താണ്, ഫിലമെന്റും പിന്നെ ആന്തറും ഉണ്ട്. ഓക്കെ, അതുപോലെ പിസ്റ്റിൽ എന്താണ്, സ്റ്റിഗ്മയും സ്റ്റൈൽ ഓവറി. ഓക്കെ, ദെൻ ആന്തറിൽ എന്താ, പോളൻ ഗ്രെയിനും പിന്നെ മെയിൽ ഗ്യാമേറ്റും. ദെൻ ഓവറിയിൽ വരുന്നത് ഒവ്യൂളും, ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ, ഒവ്യൂള് അല്ലേ. പിന്നെന്താണ്, ഓവറി ഉണ്ട്, പിന്നെ ഒവ്യൂൾ ഉണ്ട്, പിന്നെന്താ, ഇവിടെ മെയിൽ ഗ്യാമേറ്റിനാണ് അല്ലേ, ഇവിടെ ഫീമെയിൽ ഗ്യാമേറ്റ്. ഓക്കെ, അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഫീമെയിൽ ഗ്യാമേറ്റും ആണ് അല്ലേ. പിന്നെ ഇതെന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് അല്ലേ. എന്താണ്, ഇവിടെ ബീജസംയോഗം നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, പോളിനേഷൻ ആൻഡ് ഫ്ലോറൽ ഡൈവേഴ്സിറ്റി. എന്താണ്, പോളിനേഷനും പൂക്കളിലെ എന്താണ് ഡൈവേഴ്സിറ്റിയും അല്ലേ, വൈവിധ്യവും, പരാഗണവും പൂക്കളിലെ വൈവിധ്യവും. പോളിനേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പോളിനേഷൻ അല്ലേ, എന്താണ്, ഈ പ്ലാന്റ്സിന്റെയും ആനിമൽസിനും ഇടയിലുള്ള ഒരു മ്യൂച്വലിസത്തിന് ഒരു എക്സാമ്പിളാണിത് പോളിനേഷൻ എന്ന് പറയുന്നത്. മോർ ദാൻ 2 lakhs ഓഫ് ആനിമൽസ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. എന്താണ്, 2 ലക്ഷത്തിലധികം ജന്തുജാതികൾ എന്താണ് ഈ പോളിനേഷന് സഹായിക്കുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദം ആർ ഇൻസെക്ട്. എന്താണ്, മെജോറിറ്റി എന്താണ്, ഇൻസെക്ട് ആണ് അല്ലെ, ഷഡ്പദങ്ങളാണ് ഇവരേറെയും അല്ലെ. Fragrance and colors of flowers are means to attract insect. Now you can guess why flowers blooming at night are mostly white in color and possess intense smell. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, 2 ലക്ഷത്തിലധികം ജന്തുജാതികൾ എന്താണ് ഈ പോളിനേഷന് സഹായിക്കുന്നുണ്ട്. ഇതിലേറെ എന്താണ്, ഇൻസെക്റ്റ് ആണ് അല്ലെ. പൂവിന്റെ നിറവും ഗന്ധവും എല്ലാം ഇവയെ ആകർഷിക്കാനുള്ള എന്താണ് ഒരു ഉപാധികളാണ് അല്ലെ. രാത്രിയിൽ വിടരുന്ന ഈ പൂക്കളിൽ ഏറെയും വെളുത്ത നിറവും നല്ല ഫ്രാഗ്രൻസ് അല്ല, രൂക്ഷ ഗന്ധവും ഉള്ളതായത് എന്തുകൊണ്ടാണെന്ന് ഇതൊന്ന് ഊഹിക്കാമല്ലോ, ഊഹിക്കാം അല്ലെ. ദെൻ പിന്നെന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, now you can guess why flowers blooming at night are mostly white in color and possess intense smell. Besides living things, certain plants depend on wind and water for pollination. The shapes and nature of flowers differ according to the pollinator. Most plants have more than one pollinator, but certain plants depend on particular organisms for pollination. The extinction of these organisms adversely affect the very existence of such plants as well. അപ്പോൾ ഇവിടെ ജീവികളെ അല്ലാതെ എന്താണ്, കാറ്റിനെയും വെള്ളത്തെയും ഒക്കെ ഈ പോളിനേഷനെ ആശ്രയിക്കുന്ന പ്ലാന്റ്സുകൾ ഉണ്ട് അല്ലെ. പൂവിന്റെയും അതുപോലെ എന്താണ് പോളിനേറ്റർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ എന്താണ്, പല പൂവിന്റെയും അതുപോലെ പരാഗരേണുവിന്റെയും ഘടനയും സ്വഭാവവും എന്താണ് ഈ പരാഗകാരിക്ക് അനുസരിച്ച് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലെ. പല പ്ലാന്റ്സിലും എന്താണ് ഒന്നിലധികം എന്താണ് ഈ പോളിനേറ്റർ ഉണ്ട് ഉണ്ടാകാമെങ്കിലും ചില സസ്യങ്ങൾ എന്താണ് ഒരു പ്രത്യേക ജന്തുജാതിയെ മാത്രം എന്താണ് ഈ പോളിനേഷനായിട്ട് ആശ്രയിക്കുന്നവയാണ്. ഈ ജന്തുജാതികൾ എന്താണ് ഇല്ലാതാകുന്നത് സസ്യത്തിന്റെ നിലനിൽപ്പിനെയും എന്താണ് അപകടത്തിലാക്കും അല്ലെ. അപ്പൊ ഈ സസ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ പോളിനേഷൻ, ഈ ഇൻസെക്ട് ഉണ്ടെങ്കിലല്ലേ ഈ പോളിനേഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഇൻസെക്റ്റുകൾ ഇല്ലാതായാൽ, ഈ ജന്തുജാതികൾ ഇല്ലാതായാൽ എന്താണ് പോളിനേഷൻ നടക്കൂല അല്ലെ. അപ്പൊ അതോടുകൂടി എന്താണ് പ്ലാന്റ്സ് എന്താക്കുക ഇല്ലാതായി പോകും അല്ലെ. അപ്പൊ ഈ ഇൻസെക്ട്സ് ഉണ്ടാവണം പോളിനേഷന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ദെൻ ആഫ്റ്റർ പോളിനേഷൻ എന്താണ്, പോളിനേഷൻ ശേഷം എന്താണ്, പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവേഴ്സ്. കണ്ടോ, പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവേഴ്സ്. എന്താണ് ഈ പോളിനേഷൻ ഈ പരാഗണ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. ഇവിടെ പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദ സിഗ്മ ഓഫ് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ സിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് എന്ത്, പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. വാട്ട് ഇസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അപ്പം ഈ പരാഗണത്തിന് ശേഷം ഈ പരാഗരേണുവിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നാണ്, എന്ത് ചേഞ്ച്, പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം പോളൻ ഗ്രെയിൻസിന് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക എന്നാണ്. നോക്കൂ, ഒബ്സർവ് ദ ഫിഗർ. ബിഫോർ പോളിനേഷൻ ആണ് ഇത് കേട്ടോ, ആഫ്റ്റർ പോളിനേഷൻ ഇത്. അപ്പൊ ബിഫോർ പോളിനേഷൻ
പോളിനേഷൻ എന്താണ് ട്യൂബ് ന്യൂക്ലിയസ്. ആഫ്റ്റർ പോളിനേഷൻ എന്താണ് ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ദെൻ ബിഫോർ പോളിനേഷൻ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. ആഫ്റ്റർ പോളിനേഷൻ എന്താണ് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ആഫ്റ്റർ പോളിനേഷന് ശേഷം എന്താണ് ഒരു ട്യൂബ് പോലെ വന്നിരിക്കുന്നത്. പോളിനേഷന് ശേഷം ഇങ്ങനെ ഒന്ന് വരും അല്ലേ, പോളൻ ട്യൂബ് എന്നുള്ള സംഭവം വരുന്നുണ്ട് അല്ലേ. ലെറ്റ് us observe through a simple experiment the growth of the pollen tube from the pollen after pollination. എന്താണ് ഈ പോളിനേഷന് ശേഷം ഈ പോളൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ് ഈ പോളിനേഷന് ശേഷം എന്താണ് പോളിനേഷന് ശേഷം പോളനിൽ നിന്ന് എന്താണ് പോളൻ ട്യൂബ് വളരുന്നത് എങ്ങനെയാണെന്ന് ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് നടത്താനാണ് പറയുന്നത്. പ്ലാൻ ദ എക്സ്പെരിമെന്റ് അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ എക്സ്പെരിമെന്റ് ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. എന്താ ഇവിടെ പറയുന്നത്? പ്ലാൻ ദ എക്സ്പെരിമെന്റ് അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. പരീക്ഷണം നിർവഹിക്കുന്നതിനോടൊപ്പം എന്താണ് നൽകിയിരിക്കുന്ന ഈ ചിത്രീകരണത്തിലെ സൂചനയ്ക്കനുസരിച്ച് എന്താണ് നമുക്ക് പരീക്ഷണം ആസൂത്രണം ചെയ്യാം. പരീക്ഷണം നിർവഹിക്കുന്നതിനോടൊപ്പം എന്താണ് നമുക്ക് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുകയും ചെയ്യാന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റേജസ് ഓഫ് ദ എക്സ്പെരിമെന്റ് നോക്കൂ. സ്റ്റേജ് 1 കണ്ടോ, സ്റ്റേജ് 2, സ്റ്റേജ് 3. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് 1 എന്താ അവർ ചെയ്യുന്നത് നോക്കിയേ. കളക്ട് ദ ആന്തേഴ്സ് ഫ്രം എനി ഓഫ് ദ ഫ്ലവേഴ്സ് അവൈലബിൾ ഇൻ ദ ലൊക്കാലിറ്റി. എക്സാമ്പിൾ ലില്ലി, മെക്സിക്കൻ ലിലാക്, ഷീമക്കൊന്ന അല്ലെ. പിന്നെ ഹിബിസ്കസ്. എന്താ ഇവിടെ പറയുന്നത്? പരിസരത്ത് ലഭ്യമായ ഏതെങ്കിലും പൂക്കളിൽ നിന്ന് എന്താക്കുക പാകമായ ഒരു ആന്തർ എന്താക്കുക നിങ്ങൾ പരാഗികൾ ശേഖരിക്കുക. ഉദാഹരണം ലില്ലിന്നോ ഷീമക്കൊന്നേന്നോ ഹിബിസ്കസ് എന്നൊക്കെ ചെമ്പരത്തി എന്നൊക്കെ നിങ്ങൾക്ക് എന്താക്കുക ആന്തർ കളക്ട് ചെയ്യുക. ദ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പ്ലേസ് ദ പോളൻ ഗ്രെയിൻസ് ഓൺ എ ഗ്ലാസ് സ്ലൈഡ്. ഈ പോളൻ ഗ്രെയിൻസ് എന്താണ് ഒരു ഗ്ലാസ് സ്ലൈഡിലേക്ക് വീഴ്ത്തുക. ആഡ് 2 or 3 drops ഓഫ് ഷുഗർ സൊല്യൂഷൻ ടു ഇറ്റ്. പിന്നെ അതിലേക്ക് എന്താക്കുക 2-3 ഡ്രോപ്സ് ഷുഗർ സൊല്യൂഷനും അതിലേക്ക് ഉറ്റിക്കുക, ആഡ് ചെയ്യുക. ദെൻ പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. പിന്നെ എന്നിട്ട് എന്താക്കുക ഒരു കവർ ഗ്ലാസ് കൊണ്ട് എന്താക്കുക മൂടുക. ഓക്കെ. ഇനി സ്റ്റേജ് 3 എന്താണ്? ഒബ്സർവ് ത്രൂ ടു എ മൈക്രോസ്കോപ്പ് ആഫ്റ്റർ 3 to 4 hours. 3-4 മണിക്കൂറിന് ശേഷം എന്താക്കുക മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ എന്താക്കുക അത് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്, സ്റ്റേജസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. ഓക്കെ. ദെൻ ഡിഡ് യു ഒബ്സർവ് ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്? അപ്പൊ അതിന് നമുക്ക് എന്താക്കാൻ പറ്റുക പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതുപോലെ എന്താണ് സസ്യങ്ങളിലെ ഫെർട്ടിലൈസേഷൻ എന്താണ് ബീജ സംയോഗം എന്താണ് സംബന്ധിച്ച് ചുവടെ നൽകിയ കുറിപ്പും ചിത്രവും സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ ഇവിടെ ഫെർട്ടിലൈസേഷൻ അല്ലെ. ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാ വരുന്നത് നോക്കിയാ അതാ ഇവിടെയാണ് ദ എഗ്, പോളാർ ന്യൂക്ലിയേ, ദ ഓവറി, ഒവ്യൂള് ഇത് കേട്ടോ. പിന്നെ പോളൻ ട്യൂബ്, ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ്, സ്റ്റിഗ്മ, പോളൻ ഗ്രെയിൻ. ഇതൊക്കെയാണ് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻസ് 2 ന്യൂക്ലിയസ് സച്ച് ആസ് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ്. പോളൻ ഗ്രെയിൻസിൽ എന്താണ് 2 ന്യൂക്ലിയ ഉണ്ട് അല്ലെ. ഏതാണത്? ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും. പിന്നെ എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ പരാഗ രേണു എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ അല്ലെ. ഈ പോളൻ ഗ്രെയിനിൽ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസ് എന്നിങ്ങനെ 2 ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ. പിന്നെ എന്താണ് ഈ പരാഗണ സ്ഥലത്ത് വെച്ചിട്ട്, എവിടെ പരാഗണ സ്ഥലം എന്ന് പറയുന്നത് സ്റ്റിഗ്മ അല്ലെ. സ്റ്റിഗ്മ ആണ് എന്ത് പരാഗണ സ്ഥലം. ഓക്കെ. ആ സ്റ്റിഗ്മയിൽ വെച്ചിട്ട് എന്താണ് സ്റ്റിഗ്മയിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? സ്റ്റിഗ്മയിൽ പതിക്കുന്ന പോളൻ ഗ്രെയിൻസിൽ രൂപപ്പെടുന്ന പോളൻ ട്യൂബ് എന്താണ് ഓവർക്ക് നേരെ വളരുന്നു അല്ലെ. ഇതോടൊപ്പം എന്താണ് ഈ പോളൻ ഗ്രെയിൻസിലെ ന്യൂക്ലിയസുകളും പോളൻ ട്യൂബിലേക്ക് പ്രവേശിക്കുന്നു. പോളൻ ട്യൂബ്സിൽ വെച്ച് എന്താണ് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് മാറുകയാണ് ഉണ്ടാവുന്നു. എന്നാൽ ട്യൂബ് ന്യൂക്ലിയസ് എന്താണ് ഈ ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോവുകയാണ് അല്ലെ, ശുദ്ധീകരിച്ച് പോകുന്നുണ്ട്. One of the male gametes there reaches the ovary through the pollen tube, fuses with the egg to form zygote. എന്താണ് പോളൻ ട്യൂബിലൂടെ ഓവറിയിൽ എത്തുന്ന മെയിൽ ഗാമേറ്റിൽ എന്താണ് എഗ്ഗുമായി യോജിച്ച് സൈഗോട്ടായി മാറുന്നു. ഒരു മെയിൽ ഗാമേറ്റ് എന്തായി മാറുകയാണ്? ഈ എന്താണ് പോളൻ ട്യൂബിലൂടെ ഓവറിയിൽ എത്തുന്ന ഒരു മെയിൽ ഗാമേറ്റിൽ എന്താണ് ഈ എഗ്ഗ് അണ്ടല്ലേ, അണ്ടവുമായി യോജിച്ച് എന്താണ് സൈഗോട്ടായി മാറുന്നു. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് എന്താണ് ഓവറിയിലെ പോളാർ ന്യൂക്ലിയസുമായി ചേരുന്നു. അതിൽ നിന്നാണ് എന്ത് എൻഡോസ്പേം രൂപപ്പെടുന്നത്. ഈ സൈഗോട്ട് വളർന്ന് എന്താണ് എംബ്രിയോ ആയി മാറുക. എംബ്രിയോ പറഞ്ഞാൽ ഭ്രൂണം അല്ലെ, ഭ്രൂണമായി മാറും. പിന്നെന്താണ് എൻഡോസ്പേം എന്താണ് ഈ ഭ്രൂണ വളർച്ചയ്ക്ക് എംബ്രിയോന്റെ ഗ്രോത്തിന് ആവശ്യമായ എന്താണ് സ്റ്റോർഡ് ഫുഡായിട്ടും മാറുന്നു.
മനസ്സിലായില്ല അവിടെ? അപ്പോൾ ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എന്താണ്? സ്റ്റിഗ്മയിൽ പതിക്കുന്ന പോളൻ ഗ്രെയിൻസിൽ രൂപപ്പെടുന്ന പോളൻ ട്യൂബ് എന്താണ്? ഓവറിക്ക് നേരെ വളരുകയാണ്. ഇതോടൊപ്പം എന്താണ്? പോളൻ ഗ്രെയിൻസിലെ ന്യൂക്ലിയസുകളും പോളൻ ട്യൂബിലേക്ക് പ്രവേശിക്കുന്നു. പോളൻ ട്യൂബ്സിൽ വെച്ച് എന്താണ്? ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്താണ്? വിഭജിച്ചിട്ട് 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവുന്നു. എന്നാൽ ട്യൂബ് ന്യൂക്ലിയസ് എന്താണ്? ശീതീകരിച്ച് പോവാണ് അല്ലേ. പിന്നെ പോളൻ ട്യൂബിലൂടെ ഈ ഓവറിയിൽ എത്തുന്ന ഈ മെയിൽ ഗാമേറ്റ്സിൽ എന്താണ്? എഗ്ഗ് അണ്ടവുമായി യോജിച്ച് സൈഗോട്ടായി മാറുകയാണ്. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ്സ് ഓവറിയിലെ പോളാർ ന്യൂക്ലിയസുമായി ചേരുന്നു. അതിൽ നിന്നാണ് എൻഡോസ്പേം രൂപപ്പെടുന്നത്. ഈ സൈഗോട്ട് വളർന്ന് എംബ്രിയോ പറഞ്ഞ ഭ്രൂണമായും എൻഡോസ്പേം ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ഈ എംബ്രിയോ ഗ്രോത്തിന് ആവശ്യമായ ഈ സ്റ്റോർഡ് ഫുഡായും മാറുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫെർട്ടിലൈസേഷൻ ഇത് പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എഴുതുക, എന്തൊക്കെ ഈ സൂചനകളൊക്കെ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾ ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമേറ്റ്സ് എന്താണ്? ഈ മെയിൽ ഗാമേറ്റ്സിന്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്നും, ഫോർമേഷൻ ഓഫ് എംബ്രിയോ എന്താണ്? ഭ്രൂണത്തിന്റെ ഈ എംബ്രിയോന്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്നും, ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ, പിന്നെ എന്താണ് എൻഡോസ്പേമിന്റെ രൂപപ്പെടലും ധർമ്മമൊക്കെ എന്താ അതിൽ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറഞ്ഞു തന്നില്ലേ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതാം. ഇനി നെക്സ്റ്റ്